ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാഡ് ഫിറ്റാക്കുന്ന, ഡക്റ്റ് കട്ട് ചെയ്യുന്ന അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഡക്റ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഡക്റ്റ് മാർക്ക് ചെയ്യുക? ഒരു ഡ്രോയിങ് കെട്ടിക്കഴിഞ്ഞാൽ ഡ്രോയിങ്ങിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ഡക്റ്റിൻ്റെ മേലെ അളവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് ആ ഡക്റ്റ് മാർക്ക് ചെയ്യുക? ഓരോ മുറിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനാണ് ഡ്രോയിങ്ങിൽ ഫസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഡ്രോയിങ്ങിൽ സ്കെയിൽ കൊടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ 1:50 അല്ലെങ്കിൽ 1:100 അല്ലെങ്കിൽ 1:150 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്കെയിൽ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ ഡക്റ്റ് അളവെടുക്കാൻ വേണ്ടി. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് മൊത്തം വാൾവാണ്. ഇത് ഓരോ മുറികൾ തിരിച്ചിരിക്കുന്നതാണ്. ഇത് റൂമിൻ്റെ ചുമരുകൾ, ഇത് ചുമരുകൾ, ഇതും ചുമരുകൾ. 1, 2, 3, 4 മുറികളാണ് ഉള്ളതെന്ന് ഒരു എക്സാമ്പിൾ വിചാരിക്കുക നിങ്ങൾ. 4 മുറികളാണ്. ഈ 4 മുറികളിലേക്ക് നമുക്ക് ഡക്റ്റിൻ്റെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഡ്രോയിങ്ങിൽ ഇതിനകത്ത് ഇവിടെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. എവിടെ എഴുതിയിട്ടുണ്ടാവുക? നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫ്രണ്ട് പേജിൽ അതിൻ്റെ സ്കെയിൽ കൊടുത്തിട്ടുണ്ടാവും. ആ സ്കെയിൽ നോക്കിയിട്ട് വേണം നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ, ഈ വാൾവെന്ന് എത്ര സെൻറ്റി എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, 1:100 ആണെങ്കിൽ എത്ര സെൻറ്റി ഇവിടുന്ന് അവിടത്തോടുണ്ട് നോക്കുക. ഇപ്പോൾ 1.5 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ 500 mm നമ്മൾ ഇവിടുന്ന് സപ്പോർട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ അത് 2 മീറ്റർ ആണെങ്കിൽ ഒരു 2 മീറ്ററിൽ ഇവിടുന്ന് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് സ്കെയിൽ നോക്കിയിട്ട് മാർക്ക് ചെയ്യണം. അതിനനുസരിച്ച് വേണം ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ സപ്പോർട്ട് മാർക്ക് ചെയ്യാം. സപ്പോർട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഡക്റ്റിൻ്റെ അളവിനെ കാട്ടി 150 mm കൂട്ടി വേണം നമ്മൾ സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയാം. ഒരു 500-ൻ്റെ ഡക്റ്റ് ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് 650 ആയിരിക്കണം ഇതിൻ്റെ അളവ്. 500-ൻ്റെ ഡക്റ്റ് ആണെങ്കിൽ ടോട്ടൽ സപ്പോർട്ടിൻ്റെ ലെങ്ത്ത് 650. അപ്പോൾ ആ സപ്പോർട്ടിന് ഓളെങ്ങനെ അടിക്കുക? ഓൾ ടു ഓൾ 600. ഓക്കെ, 500 ഡക്റ്റിന് 25 mm ഇൻസുലേഷൻ, ഇവിടെ 25 mm ഇൻസുലേഷൻ. 500 ഡക്റ്റ് 550 പ്ലസ് ഒരു 25 mm ഗ്യാപ്പ് വേണം. ഫ്ലാഷ് ചെയ്തുകൊണ്ട് ഡക്റ്റ് ഒരിക്കലും നമ്മൾ റാഡ് സപ്പോർട്ട് അടിക്കാൻ പാടില്ല. അപ്പോൾ ഒരു 25 mm അതിൻ്റെ ഒരു ഗ്യാപ്പ് വേണം. അപ്പോൾ നമ്മളെന്ത് വേണം? ഇവിടുന്ന് 25 പ്ലസ് 25 50 mm. ഇവിടെയാണ് 25 പ്ലസ് 25 50 mm. അപ്പോൾ 500 പ്ലസ് 100, 500 പ്ലസ് 50 50 100, അപ്പോൾ 600. ഒരു 50 mm ഗ്യാപ്പ്, സപ്പോർട്ടിൻ്റെ ഗ്യാപ്പ്. കാരണം എഡ്ജിൽ കൊണ്ടുപോയി നമുക്ക് ഓളടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓളടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 25 mm എക്സ്ട്രാ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് 150 mm ലെങ്ത് കൂട്ടിയെടുക്കുക പറയുന്നത്. അങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ ഇവിടെ അപ്പോൾ ഇവിടുന്ന് ഡ്രോയിങ്ങിൽ സ്കെയിൽ നോക്കിയിട്ട് നമ്മൾ എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമ്മൾ തറയിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ തറയിൽ മാർക്ക് ചെയ്തിട്ട് പ്ലംബ് ഇട്ടുകൊണ്ട് നമ്മൾ മേലെ സീലിങ്ങിൽ ചെയ്യുക. അതല്ലെങ്കിൽ സ്കഫോൾഡിങ് ഇട്ടുകൊണ്ട് നമുക്ക് മേലെ ഡക്റ്റിൽ അല്ല റൂഫിൽ സീലിങ്ങിൽ മേലെ ഡയറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്ക് ചെയ്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റാഡിന് 25 mm ഉള്ളിലോട്ട് പോകുന്ന യൂണിഫിക്സ് അടിക്കുന്ന ആ ഒരു ഇതും കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം റാഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. ഇപ്പം ഈ വാൾവ് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ ഡ്രോയിങ്ങിൽ നോക്കിയിട്ട് ഇപ്പം 1:100 ആണെങ്കിൽ 1:100 ആണ് ഡ്രോയിങ്ങിലെങ്കിൽ
അപ്പോൾ എത്ര സെൻറ്റി ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 10 സെൻറ്റി ആണെങ്കിൽ 1 മീറ്റർ. ഓക്കെ, അപ്പോൾ 1 മീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഡക്റ്റിനടുത്ത്. അതല്ല നമുക്കിവിടെ 2 മീറ്റർ കിട്ടുന്നതെങ്കിൽ 2 മീറ്റർ മാർക്ക് ചെയ്യുക. അത് എത്രയാണോ നമുക്ക് ഡ്രോയിങ്ങിൽ നോക്കിയിട്ട് കിട്ടുന്നത് അതിനനുസരിച്ച് വേണം ഓരോ റൂമിലും നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ഡക്റ്റിനും അതേപോലെ തന്നെ നമ്മൾ ഈ ഡക്റ്റിന് എവിടുന്നാണോ അടുത്ത് കിട്ടുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുക. എത്രയാണോ ഇവിടെ നിന്നിൻ്റെ സ്കെയിൽ കിട്ടുന്നത് അത് നോക്കുക. ഇവിടെ നിന്ന് ഒരു 3 മീറ്റർ ആണെങ്കിൽ 3 മീറ്ററിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. അല്ല ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് എളുപ്പമാണെങ്കിൽ ഇവിടുന്ന് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് 4 മീറ്റർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുക. അതെങ്ങനെയാണോ എളുപ്പമെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അത് മാർക്ക് ചെയ്യാം. അങ്ങനെയാണ് സപ്പോർട്ടിൻ്റെ ഡക്റ്റിന് മാർക്ക് ചെയ്യുന്ന സിസ്റ്റം. ഓക്കെ, ഇനി ഈ ഡക്റ്റിനകത്ത് വേറൊരു സർവീസ് കൂടെ വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഒരു സർവീസ് കൂടെ നമുക്ക് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ എയർ നമ്മൾ അവസാനം മെഷീനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ചെക്ക് ചെയ്യാൻ വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട് എയർ ചെക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്ത് വേണം, ഇവിടെ എക്സസ് ഡോറ് എന്ന് പറഞ്ഞിട്ടൊരു ഡോറ് ഇവിടെ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ ഫിറ്റ് ആകുന്നുണ്ട്. അത് ഡ്രോയിങ്ങിൽ എവിടെയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതേപോലെ നമ്മൾ access door access door. അപ്പോൾ ഇവിടെ നമുക്ക് എയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റിൽ അവിടെ ഓരോ ഡോറ് ഫിറ്റാക്കും. അത് ചില ഡക്റ്റിനകത്ത് പിന്നെ 300x300 ആയിരിക്കും. ചില ഡക്റ്റിനകത്ത് ഷോ ചെയ്തിട്ടുണ്ടാവുക 600x600 ആയിരിക്കും. അത് എത്രയാണോ ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്തിരിക്കുക അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എക്സസ് ഡോറ് ഫിറ്റാക്കാൻ വേണ്ടിയിട്ട്. വലിയ ഏച്ചിൽ നിന്ന് വരുന്ന കണക്ഷനിലൊക്കെ ആണെങ്കിൽ വലിയ ഡോറുകളൊക്കെ ആയിരിക്കും നമ്മൾ ഫിറ്റാക്കുക. 600x600ൻ്റെയൊക്കെ അല്ലെങ്കിൽ 400x400 അല്ലെങ്കിൽ 300x300 അത് എത്രയാണോ ഡ്രോയിങ്ങിൽ ഷോ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ഡോറ് ഫിറ്റാക്കുക. ഓക്കെ, അപ്പോൾ എക്സസ് ഡോർ കൂടെ ആയി ഈ ഡക്റ്റ് വർക്കിനോട് ചേർന്നിട്ട് സപ്പോർട്ടായി ഒരാളെ ഫിറ്റ് ചെയ്യാനായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തായി. ഇനി ഡക്റ്റിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ വരുന്ന ഡക്റ്റിന് നമ്മൾ പറയാം ഓഫ്സെറ്റ് ഡക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ വരുന്ന ഡക്റ്റിന് നമ്മൾ പറയും ഓഫ്സെറ്റ് ഡക്റ്റ് എന്ന് പറയും. ഇതേപോലെ വരുന്ന ഡക്റ്റുകൾക്ക് നമ്മൾക്ക് ചിലപ്പോൾ ഓഫ്സെറ്റ് വരും. കാരണം ഈ ഡക്റ്റിൽ നിന്ന് 150 mm താഴെ കൂടിയാണ് ഈ ഡക്റ്റ് പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഡക്റ്റിന് കൊടുക്കുന്നത് 150 mm ഓഫ്സെറ്റ് ഡക്റ്റ് കൊടുക്കണം. ഓക്കെ, ഈ ഡക്റ്റിൻ്റെ ഇതേ ലെവലിലായിരിക്കില്ല ഈ ഡക്റ്റ് പോകുന്നത് ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ
ഡൗണിലേക്ക് പോകുന്നതിന് ഇവിടെ 150 ഓഫ്സെറ്റിൽ ആയിരിക്കും നമ്മൾ ഈ ഡക്റ്റ് കൊടുത്തിരിക്കുക. ഈ ഡക്റ്റ് പറയുന്ന പേരാണ് ഓഫ്സെറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ രീതിയിൽ ഓരോ ഡക്റ്റിനും ഓരോ പേരുകളുണ്ട്, അളവുകളുണ്ട്. പിന്നെ വരുന്നതാണ് ഈ പീസിന് പറയുന്ന പേരാണ് വൈ പീസ്. ഈ പീസിന് പറയുന്ന പേരാണ് വൈ പീസ് ഡക്റ്റ്. ഓക്കെ, ഈ പീസിന് പറയുന്ന പേരാണ് വൈ പീസ് ഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇങ്ങോട്ടും ഒരു കണക്ഷൻ സ്ട്രൈറ്റും പോലെ ഇതിന് പറയും വൈ പീസ് എന്ന് പറയും. പിന്നെ അടുത്തൊരു ഡക്റ്റാണ് ഈ ഡക്റ്റ് പറയുന്നതാണ് ടി. അതായത് ഇതിന് പറയും ടി എന്ന് പറയും, ഇതിന് പറയും വൈ പീസ് എന്ന് പറയും. വൈ പീസ്, ടി പീസ് ഡക്റ്റ്. പിന്നെ പറയുന്നത് എൽബോ. അങ്ങനെ ഓരോ പീസുകൾക്കും ഓരോ പേരുകളാണ്. അപ്പോൾ നമുക്ക് എൽബോ കണ്ടു കഴിഞ്ഞാൽ എൽബോ മനസ്സിലാവണം, വൈ പീസ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവണം, ടി കണ്ടു കഴിഞ്ഞാൽ ടി മനസ്സിലാവണം. ഓരോ ഡക്റ്റുകൾക്കും ഓരോ പേരുകളുമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം ഡക്റ്റിനെ കുറിച്ച് ഏകദേശം എല്ലാം മനസ്സിലായി. സപ്പോർട്ടായി, റാഡായി, VCD ആയി, ഫൈഡാമ്പറായി, ഇലക്ട്രിക്കൽ ഡക്റ്റ് ഹീറ്ററായി, VAV ആയി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലെക്സിബിൾ കണക്ഷൻ. എങ്ങനെയാണ് ഫ്ലെക്സിബിൾ കണക്ഷൻ ചെയ്യുക? ഇവിടെ നമ്മൾ ഫ്ലെക്സിബിൾ കണക്ട് ചെയ്യണം ഡക്റ്റുമായിട്ട്. ഒരു എഫ്സിൻ്റെ ഡക്റ്റുമായിട്ട്, എഫ്സിൻ്റെ മെഷീനുമായിട്ട് ഈ ഡക്റ്റുമായിട്ട് ഫ്ലെക്സിബിൾ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യുക? ഇപ്പോൾ ഉദാഹരണം പറയാം, ഇത് 1 മീറ്റർ 800 ആണെന്ന് വെച്ചോ. ഒരു എക്സാമ്പിൾ പറയാം, 1 മീറ്റർ 800 ആണ് ഇൻറ്റു 300 ആണെന്ന് വെച്ചോ. ഇതിൻ്റെ സൈസ് 1 മീറ്റർ 800/300 ഒരു സൈഡ്. അപ്പോൾ ഈ ഡക്റ്റിൻ്റെ ഈ സൈഡും അത് തന്നെയായിരിക്കും, 1 മീറ്റർ 800 × 300. അപ്പോൾ നമ്മളെങ്ങനെയാണ് ആദ്യം ഇതിൻ്റെ ഫ്ലെക്സിബിൾ കട്ട് ചെയ്യാം? ആദ്യം എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജിൽ നിന്ന് വേണം നമ്മൾ ഫ്ലെക്സിബിളിൻ്റെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് 1 മീറ്റർ 800 എടുത്തു, 1 മീറ്റർ 800. പിന്നെ അതിൻ്റെ ഹൈറ്റ് പ്ലസ് 300. അപ്പോൾ വീണ്ടും അതിൻ്റെ അടുത്തത് 1 മീറ്റർ 800 പ്ലസ് 300. അപ്പോൾ എത്ര കിട്ടി? ഇതിൻ്റെ 4 വശങ്ങളിലോട്ടുള്ള ഡക്റ്റിൻ്റെ അളവ് കിട്ടി. എത്രയായി? ഇപ്പോൾ 180, 1 മീറ്റർ 800 പ്ലസ് 300
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് കട്ട് ചെയ്യണം 4 മീറ്റർ 200. അപ്പോൾ എക്സ്ട്രാ ഒരു 100 mm എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്യണം ഇതിൻ്റെ ഓവർലോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെക്സിബിൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഫ്ലെക്സിബിൾ 4 മീറ്റർ 300 4.3 മീറ്റർ. ഈ ഡക്റ്റിൻ്റെ സൈസ് 1 മീറ്റർ 800, വിത്ത് അതിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 300. അപ്പോൾ വീണ്ടും അതിൻ്റെ മറുവശത്തേക്ക് 1 മീറ്റർ 800 പ്ലസ് 300, അങ്ങനെ ടോട്ടൽ വന്നിരിക്കുന്നത് 4 മീറ്റർ 300. എക്സ്ട്രാ ഒരു 100 mm കൂടെ എക്സ്ട്രാ വെക്കണം അതിൻ്റെ ഓവർലോക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഫ്ലെക്സിബിൾ തുടങ്ങുന്നത് ഒരു എൻഡിൽ നിന്നായിരിക്കണം, ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന്, ഒന്നുകിൽ ഈ എൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ വശത്തെ ഒരു എൻഡിൽ നിന്നോ ആയിരിക്കണം തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഫ്ലെക്സിബിളിൻ്റെ എഫ്സ്യൂവിൻ്റെ ഇവിടെ നിന്ന് വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡിൽ എന്താ ചെയ്യുക, ഇവിടെ നമുക്ക് 30 or 40 mm പ്ലാഞ്ച് വേണം ഫിക്സ് ആക്കാൻ വേണ്ടി. ഈ ഡെക്കിന് എത്രേൻ്റെ പ്ലാഞ്ചാണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഈ ഫ്ലെക്സിബിളിന് വേറൊരു സൈഡിൽ പ്ലാഞ്ച് ഫിറ്റാക്കാൻ വേണ്ടി. ഒരു സൈഡ് ഡെക്കിൻ്റെ ഇവിടത്തോട്ട് ഡയറക്റ്റ് കൊടുത്തിട്ട് നമ്മൾ റിവീറ്റ് ചെയ്യുക. അപ്പോൾ മറുവശം അതിന് എത്രയാണോ ഡെക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല പ്ലാഞ്ച് വന്നിരിക്കുന്നത്, 30 mm പ്ലാഞ്ചും കോർണർ വേണമെങ്കിൽ അപ്പോൾ 30 mm പ്ലാഞ്ച് ഈ ഫ്ലെക്സിബിളിനായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫ്ലെക്സിബിളിൻ്റെ അളവെടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 1 മീറ്റർ 800 വിത്തിലെ ഒരു എഫ്സിൻ്റെ ഇതാണെങ്കിൽ, ഹൈറ്റ് 300 ആണെങ്കിൽ ആദ്യം 1 മീറ്റർ 800 എടുക്കുക, അത് കഴിഞ്ഞിട്ട് 300 ഹൈറ്റ് എടുക്കുക, വീണ്ടും അതിൻ്റെ മറുവശത്തേക്ക് 1 മീറ്റർ 800 പ്ലസ് 300, അങ്ങനെ ടോട്ടലി 4 മീറ്റർ 200 പ്ലസ് എക്സ്ട്രാ ഓവർലോപ്പ് 100 mm, അങ്ങനെ 4 മീറ്റർ 300 വേണം നമ്മൾ ഫ്ലെക്സിബിൾ കട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എഫ്സിൻ്റെ ഫ്ലെക്സിബിൾ കണക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? VCD പഠിച്ചു, ഫയർ ഡാമർ പഠിച്ചു, പിന്നെ ഇലക്ട്രിക് ഡക്റ്റ് ഹീറ്റർ പഠിച്ചു, പിന്നെ സൗണ്ട് അറ്റനേറ്റർ പഠിച്ചു, VAV പഠിച്ചു. പിന്നെന്താണ് സപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. സപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. സപ്പോർട്ട്, പിന്നെ റോഡ് ഫിക്സിങ് പഠിച്ചു, ഫ്ലെക്സിബിൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എക്സസ് ഡോർ എങ്ങനെയാണ് ഫിറ്റാക്കണം എന്നുള്ളത് അത് പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് ഇനി പഠിക്കാൻ ബാക്കിയുള്ളത്? ഇനി ഗ്രില്ല് ഫിറ്റാക്കുന്നതിൻ്റെ കാര്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു. പ്ലീനം ബോക്സിൽ നമ്മൾ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇരിക്കും. പിന്നെ ഓരോ ഡെയിലിൻ്റെ സൈസും റൂമിൻ്റെ സൈസും നോക്കിയിട്ട് വേണം അതിൻ്റെ ഗ്രില്ല് ഇതൊക്കെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട്. ആ ഓരോ അളവിലായിരിക്കും പ്ലീനം ബോക്സിൻ്റെ ഒക്കെ ഇത് വരിക. പ്ലീനം ബോക്സ് 2-3 ടൈപ്പ് ഉണ്ട്. ഇതേപോലെയുള്ള സ്ക്വയറായിട്ട് പ്ലീനം ബോക്സ് വരുന്നുണ്ടാവും ഓരോ റൂമുകളിലൊക്കെ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്ലീനം ബോക്സൊക്കെ ഫിറ്റാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡക്റ്റിങ്ങിൽ നമുക്ക് എഫ്സിൻ്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9745853785 9745853785 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയായി. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പം നമ്മൾ ഡക്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ വർക്കാണ് പഠിച്ചത്. ഇനി ഇൻസുലേഷൻ്റെ വർക്കിനെ കുറിച്ചിട്ട്
പറഞ്ഞുതരാം. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ബൈ.